ഹലോ. അപ്പൊ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് പാർക്കിലായിരുന്നു. ആ പാർക്ക് ചെന്നപ്പോൾ അവിടെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അവിടെയുള്ള ആലയിൽ എന്ന ആ ഭാഗത്തുള്ളവർക്ക് വന്നിരിക്കാൻ പറ്റിയൊരു പാർക്കാണ് അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ അബുദാബിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട് ഇതാണോ ഇപ്പോൾ കണ്ടത് എന്നൊക്കെ സങ്കടമൊക്കെ വന്നു. വെറുതെ ഇത്രയും ദൂരം യാത്ര ചെയ്തോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് ഞങ്ങൾ എന്തായാലും വേണ്ടി നമുക്ക് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വേറെ എങ്ങോട്ടേലൊക്കെ പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ പോരുമായിരുന്നു. അങ്ങനെ പോണ സമയത്താണ് അയ്യോ ഈ മലയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ എന്തൊരു ഭംഗി അവിടെ കാണാൻ. പച്ചപ്പൊക്കെ പിടിപ്പിച്ച് മലയുടെ മുകളിലേക്ക് അതിങ്ങനെ പടർത്തി കയറ്റി കൊണ്ടുപോവുകയാണ് അവരത്. അവർ വെള്ളമൊക്കെ നനച്ച് നന്നായിട്ട് അതിനെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അവിടെ ചെന്നപ്പോൾ മനസ്സിന് നല്ല സന്തോഷമായി. വന്നതിന് കാര്യമുണ്ടല്ലേ, നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ വെറും ആ മൊട്ടമല കണ്ടിങ്ങനെ പോകുമെന്നാണ് വിചാരം. നമ്മളെ നാട്ടിലൊക്കെ വെച്ചാൽ കാടോ മലയോ എന്തെങ്കിലുമൊക്കെ കുറേ മലയുടെ മുകളിൽ കുറേ കാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടാവുമല്ലോ. അതൊന്നും ഇല്ലേ. ഇനിയും എന്തൊരു ഇതായി. പക്ഷെ മലയുടെ ആ രൂപങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ പൊട്ടി വീണ പോലത്തെ ഒരു രൂപങ്ങളാണ്. അത് നല്ല ഉറപ്പുള്ളതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വേണ്ടില്ല, പോയത് കാര്യത്തിലൊക്കെ പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാനത് നിങ്ങളും കൂടെ കണ്ടോട്ടെ വെച്ചിട്ടൊന്ന് ഇട്ടതാണ് ഈ വീഡിയോ. ഞാൻ പോകുന്ന വഴികളും കാണുന്ന കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കണ്ടോട്ടെ വിചാരിച്ചിട്ട് ഇടുന്നതാണ്. അവിടെ അങ്ങനെ ചെന്ന് നിന്നപ്പോൾ തോന്നി തനുമോന് ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പം അവൻ ആദ്യം ഭക്ഷണം കൊടുക്കാണ്ട് ഞങ്ങൾ പാർക്കിൽ പോയിരുന്ന് ഭക്ഷണം കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറാമെന്നുള്ള പ്ലാനിൽ കണ്ണൻ ആദ്യം പോയി. ശ്രീമോള് കുറച്ച് കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തെ വേസ്റ്റൊക്കെ ഉണ്ട് കൊണ്ടിടാൻ, അവളത് ഇടാനും പോയി. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ പിടിച്ചു, അവിടുത്തെ ഭംഗികളൊക്കെ കണ്ടു. ചട്ടിയിൽ പൂക്കൾ പച്ചപ്പൊക്കെ അവനെ വെച്ച് പിടിപ്പിച്ച് നനച്ചുണ്ടാക്കണതാണ് കേട്ടോ. അതന്നെ അവിടെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. പിന്നെ അവിടെ മൊത്തം ജനങ്ങൾ വന്നിരുന്നിട്ട് ചായ പല സംഭവങ്ങളും ഉണ്ടാക്കി കഴിക്കാനോട് അത്ഭുതം തോന്നും. നമ്മളവിടെയൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കുക എന്നല്ലാതെ അതല്ല. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ അവിടെയാണ് കുടുംബ സംഗമം. അവരുടെ കുടുംബം കൂടുന്നതും എല്ലാവരും ഒന്നിച്ച് കൂടുന്നത്. കാരണം ഈ റൂമിലും ഫ്ലാറ്റിലൊന്നും ഇപ്പം അതിന് മാത്രം സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൂടണമെന്ന് ഭംഗി. ശ്രീമോള അതാ വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ശ്രീമോളെ വീഡിയോ ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മേലൊക്കെ ചട്ടിയിലൊക്കെ ഭംഗികളൊക്കെ കണ്ടൊക്കെ വീഡിയോ എടുത്തു. അപ്പം ആ സമയത്ത് ആ ഭാഗത്തുള്ള മലകളൊക്കെ പെട്ടു. അവിടെ പോയിട്ട് മലയുടെയൊക്കെ നന്നായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തോ ഒരു ഫ്ലോയിൽ ചായ കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് പോവാല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് പിന്നെ ഞങ്ങൾ അലൈന് അവിടെ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് കയറി ഒരു മാളിലും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒമാൻ്റെ ബോർഡറാണ് ഞങ്ങൾ ചെന്ന സ്ഥലത്ത്. അവിടെയാണ് അലൈനിലെ കട ഷോപ്പ്. ആ ഷോപ്പിൽ കയറി ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് പോരുകയല്ല ചെയ്തത്. നാട്ടിലേക്ക് പറഞ്ഞാൽ നമ്മൾ അബുദാബിക്ക് പോന്നു കേട്ടോ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി അലൈനിൽ അവിടെ ഷോപ്പിംഗ് മോളിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വണ്ടിയിൽ വന്നിരുന്ന് കഴിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടുന്ന് പോരുമ്പോഴത്തെ രസം നോക്കൂ, എന്തൊരു കവാടം കണ്ട മോൻ പറഞ്ഞു വില കൊട്ടാരത്തേക്ക് പോവാ നമ്മൾ എന്നൊക്കെ ചോദിച്ചു. രസാട്ടോ ഒരു കവാടം. പിന്നെയും കുറേ പോന്ന് കഴിയുമ്പോൾ വേറൊരു കവാടം. നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു പോയത്. നഷ്ടമായതൊന്നുമില്ല, ഇഷ്ടമായി, അത് പറഞ്ഞാൽ മതിയല്ലോ. തടാകവും കണ്ടു. ഞങ്ങൾ ആദ്യം തടാകം കാണാതെ ഇപ്പോൾ ഞങ്ങൾ വേറൊരു വഴി കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഹോട്ടൽ ബുക്കിംഗ് ആണ് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു. അവിടെ ഹോട്ടൽ ബുക്കിംഗ് ഇത്ര ആൾക്കാർ അവിടെ താമസിച്ച് ഒരു ദിവസം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭംഗിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കലാ തോന്നുന്നു. അപ്പം ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. എന്തായാലും സംഭവം രസമായി. ആ ഭാഗത്തുള്ള അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വീടുകളുണ്ട്. എത്രയോ അവിടെ